ഈ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് ടൈം ഫ്രെയിമിന്റെ ഒരു മോഡുലേഷൻ എന്ന് പറയും എപ്പോഴും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എച്ച് ഫെയിലുവർ. കാരണം സക്സസിനല്ല നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൽ ഫെയിലുവേഴ്സിനാണ്. സോ ഇവിടെ എച്ച് പീരീഡിൽ വന്ന ഒരു ഫെയിലുവർ ആണ്. കാരണം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുമ്പം സീരീസ് ഡെൽറ്റ ബിൽഡപ്പ് വരുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു യു എഫ് എ ക്രിയേറ്റ് ചെയ്തു. സോ ഇന്ന് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എത്ര 24,290, 24,142. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 150 പോയിന്റ് മുകളിലുണ്ട് ആദ്യത്തെ ഐ ബി എന്ന് പറയുമ്പോൾ. സോ ഓൾമോസ്റ്റ് ഇറ്റ്സ് എ വൈഡ് ഐ ബി സ്ട്രക്ചറാണ്. ഈ വൈഡ് ഐ ബി സ്ട്രക്ചർ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ഫെയിലുവേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്ന് ബിയിൽ മാർക്കറ്റ് ഒരു എച്ച് ബി, അതായത് നോർമൽ ഡേ വരുന്ന സമയത്ത് ഒരു ബി ഷേപ്പ്ഡ് ഫോർമേഷനിൽ എപ്പോഴും ബി ആണെങ്കിൽ ലോവർ സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതിന്റെ ഏറ്റവും ഉദാഹരണം എപ്പോഴാണ് അത് കട്ട് വരണം നോക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഫോർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഈ പീരീഡിലാണ് ആ കട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു 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 സോളിഡ് ആയ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാമായിരുന്നു. ഈയിലല്ല വന്നത്. പകരം ഏത് പീരീഡിലാണ് അവൻ കട്ട് ചെയ്തേക്കുന്നത്? എച്ച് പീരീഡ് ആണ്. എച്ച് എന്ന് പറയുന്നത് ഹാമറാണ്. ഹാമറിൽ ഒരു കട്ട് വന്നാൽ കൂടെ ഹാമർ ആൾവേസ് ഹാമർ ഹാമർ എന്ന് പറയും. അത് എപ്പോഴും ഓർത്തോളൂ. ഒരു ബയറിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഹാമർ സംഭവിക്കുന്ന ഒരു ഓപ്ഷൻ സെല്ലറിനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂർ റേഞ്ച് പൊട്ടുമ്പോൾ യൂഷ്വലി ചിലപ്പോൾ ചില ട്രേഡ്സ് ഒക്കെ ട്രിഗേർഡ് ആവും. ഏതാണ്? ആ പുട്ട് റൈറ്റിംഗിന് പകരം കോൾ റൈറ്റിംഗ്സ് ആക്റ്റീവ് ആവും. അപ്പൊ യൂഷ്വലി എന്തൊരു ഹാമർ, അപ്പം അപ്സൈഡ് ആണെങ്കിൽ എച്ച് ബ്രേക്ക് ചെയ്യും, പുട്ട് റൈറ്റിംഗ്സ് ആവും. എപ്പോഴും ഹാമർ എന്റെ ഒരു അഭിപ്രായത്തിൽ 70% ഹാമർ ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ റൈറ്റേഴ്സിനാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ മാർക്കറ്റ് ആ സ്ട്രക്ചർ നോർമൽ അതാണ്. ബി ഷേപ്ഡ് പ്രൊഫൈൽ ആവുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദാഹരണം നേരത്തെ മാർക്കറ്റ് 10 മണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല ബി ഷേപ്ഡ് പ്രൊഫൈൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു ലൊക്കേഷനാണ് മാർക്കറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. സോ എച്ച് താഴേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു റിസ്കിൽ ട്രേഡ് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം റിസ്ക് ട്രേഡ് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ ആ ട്രേഡ് സജസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ആ പൊട്ടിയ സമയത്ത് നിങ്ങളുടെ വേണമെങ്കിൽ ഞാൻ കോൾ എടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. സോ യൂഷ്വലി എച്ച് വന്നു കഴിഞ്ഞാൽ ഹാമർ ചെയ്തു, മാർക്കറ്റ് തിരിച്ച് എന്ത് ചെയ്തു? ഐ ബ്രേക്ക് ചെയ്തു. ഈ ഐ എന്ത് ചെയ്യും? ഇപ്പൊ ഐയുടെ പേരാണ് ഇനിഷ്യേറ്റീവ് മൂവ്. സോ എച്ച് ഹാമറിനെ റിവേഴ്സ് ചെയ്യിപ്പിച്ച് ഇനീഷ്യേറ്റീവ് കൊടുക്കാൻ പോകുന്ന ഒരാളാണ് ഐ. സോ ഈ ഐ എന്ത് ചെയ്യണം? ഈ എച്ചിന്റെ ഹൈക്ക് മുകളിൽ അവൻ നിൽക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഐ അതിന് മുകളിൽ ക്ലോസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, ഈ ഹാമർ സംഭവിച്ചത് ഒരു ഒരു ഷോർട്ട് കവറിങ്ങിന് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ടൈം ഫ്രെയിമിന്റെ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഏത് ടൈമിലാണ് മാർക്കറ്റ് ഫെയിലൂർ വരുന്നത്? നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഫെയിലുവേഴ്സിനാണ്, സക്സസിനല്ല. സോ ഫെയിലുവർ, ഈ ഫെയിലുവർ കൃത്യമായി ഇപ്പൊ ട്രേഡിങ്ങിലായാലും ഞാൻ പറയുന്നത് ഫെയിലുവർ ആണ്. ഇപ്പൊ എനിക്ക് കുറെ ഫെയിലുവേഴ്സ് കുറച്ച് കാലം സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്തു? ആ ഫെയിലുവേഴ്സിനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ സക്സസ് ആവാന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഏതാണ് എന്റെ പോസിറ്റീവ്? അതേപോലെ ഇവിടെ ഹാമർ ഒരു ഫെയിലുവർ സംഭവിച്ചു. അപ്പൊ ആ ഫെയിലുവറിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ്ലി വാച്ച് ചെയ്യണം. അത് ഫെയിലുവർ സംഭവിച്ചെന്ന് ചാടിക്കറി ഐ പൊട്ടി. ഇപ്പൊ ഞാൻ ഒരിക്കലും എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഈ ഐ പൊട്ടി, ട്രേഡ് ട്രിഗറായി. പക്ഷെ ആസ് എ ട്രേഡർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഐ അതിന് എച്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണോ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതൊരു ഷോർട്ട് കവറിംഗ് റാലി കൊണ്ടുവരും. ആ ഷോർട്ട് കവറിംഗ് റാലി എന്ത് വരും? നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നമ്മളെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 7,900 അടുപ്പിച്ചുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മളെ ട്രെൻഡ് എഗെയിൻസ്റ്റ് ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇന്ന് സംഭവിച്ചേക്കണം. മാർക്കറ്റ് കഴിഞ്ഞ ഫ്രൈഡേയിൽ അവസാനിച്ച ക്യുമുലേറ്റീവ് ഡെൽറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ഉള്ള ട്രെൻഡാണ് ഇന്ന് ഓപ്പണിംഗ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അങ്ങനെ തന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും? ഇന്നലത്തെ ആ പൊസിഷൻ ബിൽഡപ്പ് ചെയ്ത ഒരാളുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താൻ ശ്രമിക്കുക. അതാണ് പറഞ്ഞത് 230 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഗ്യാപ്പ് ആവാം ആദ്യം ഫില്ല് ചെയ്യണം. ഇവിടെ ഒരു ഓട്ടയുണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിലായിക്കോട്ടെ ഓർഡർ ഫ്ലോ ഒക്കെ ആട്ടെ, നമ്മൾ ഈ പ്രത്യേകിച്ച് ഓർഡർ ഫ്ലോ ഒക്കെ ഈ ഗ്യാപ്സ് ഉണ്ട്. ഈ ഗ്യാപ്സിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ അനോമലീസ് എന്ന് പറയും. ഈ അനോമലീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നേ പറ്റൂ. കാരണം 230 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ബ്രേക്ക് ചെയ്തു, പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയ്ക്കുള്ള ഓളിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഓളിയില്ല. സോ ആ ബ്രേക്ക് ഇവിടെ സെല്ലിംഗ്, ഇവിടെ യു എഫ് എ ക്രിയേറ്റ് ചെയ്ത്, അപ്പം ഈ 230 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഷുവർട്ടി ആയിട്ട് എനിക്ക് എന്താണ്? ആദ്യം ഈ 280 ഭാഗത്തേക്ക് അവൻ പോകും. ഏതാണ്? ഈ 280 ഭാഗത്തേക്ക് പോകും. അതിന് മുകളിൽ 300 പോകും. അതിന് മുകളിൽ ഇന്നലെ വന്ന ഹൈ ഉണ്ട്. ഏതാണ്? അതൊരു ഇതാണ്, യു എഫ് ബി ആണ്. 24,350 ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം. പറഞ്ഞ് ക്ലിയറായി? ഇങ്ങനെ വേണം ഒരു മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഡേ ടൈപ്പ് ഫോക്കസ് ചെയ്യണം. ഓപ്പൺ റേഞ്ച് അഥവാ ഐ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ബിയുടെ ലെങ്ത് നമ്മൾ നോക്കണം. സാധാരണ 200 പോയിന്റ് മൂവ് ചെയ്യണ നിഫ്റ്റി 150 പോയിന്റും ആദ്യത്തെ ഒരു മണിക്കൂറിൽ മൂവ് ചെയ്താൽ പിന്നെ മൂവ്മെന്റ് കാണുമോ? താഴേട്ട് കാണുമോ? കാണോ? കുറവാണ് കാണുമോ? കുറവാണ്. അതുമല്ല, ഈ വലിയ സെല്ലിംഗ് ഉണ്ടോ? 9,400 ഉള്ളൂ സെല്ലിംഗ്.
വീണ്ടും സെല്ലിങ് കുറഞ്ഞു 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 പറഞ്ഞണ്ട. അപ്പം യൂഷ്വലി എന്ത് പറ്റും, ഇവിടെ സെല്ലിങ് എടുത്ത ആൾക്കാർ പലരും അത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ആദ്യത്തെ ഒരു ഇഗ്നീഷ്യ ഇവിടെ കാണിച്ചു, കുറെ സ്റ്റോപ്പ് ലോസിലൂടെ ഹിറ്റ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഐക്ക് മോൾ ഈ 24 230 മുകളിൽ മാർക്കറ്റ് നിൽക്കണമെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ച് ഷോർട്ട് കവറിംഗ് ആര് തന്നെ പറ്റൂ. 24 350 പോകണം. ആണ് പറഞ്ഞത് 24, എന്നെ സംബന്ധിച്ച് 24 230 മുകളിൽ ക്ലോസിംഗ് വരെയാണെങ്കിൽ 24 470 അച്ചീവ് ചെയ്യും മാർക്കറ്റ്. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഫെയിലുവേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പോ കോൾ പ്രീമിയം ഒന്ന് സ്പൈക്ക് ചെയ്തില്ലേ? ഉം. അപ്പൊ അതും ഒരു ഇൻഡിക്കേഷൻ ആണോ? ഞാൻ പ്രീമിയത്തിന്റെ സ്പൈക്ക് നോക്കാറില്ല, ലിക്വിഡിറ്റി ഉണ്ടാകും നോക്കും. ഇപ്പൊ ലിക്വിഡിറ്റി ഇല്ല. രണ്ടാമത് ഇവിടെ ഓ, നിങ്ങൾക്ക് പ്രീമിയം വയ്ക്കാം. പുതിയ ലോ എച്ച് വന്ന സമയത്ത് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ 24 300 ഡീപ്പ് ഇൻ ദ മണി പൊട്ട് പുതിയ ഹൈ അടിച്ചോ? 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 ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അതൊരു സിഗ്നിഫിക്കന്റ് ആയ ഒരു കാര്യമല്ലേ? ആണോ? ആണോ? അതെ അതെ അതെ. ആ. അപ്പൊ അതുകൊണ്ട് അത് ഹൈ വന്നില്ല എന്ന് വെച്ചാൽ ഓർത്തുള്ളൂ, അത് പ്രീമിയം ഈറ്റിംഗ് അല്ല, പകരം പ്രീമിയം റൈറ്റിംഗ് അവിടെ നടക്കുകയാണ് പുട്ടിൽ. കോൾ ആൾറെഡി നല്ല പണ്ടാരടങ്ങി ഈ ഇറക്കത്തിൽ അല്ലേ? സോ ഫോക്കസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞു, 57 600 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിങ് ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു. നമ്മളെ ട്രേഡ് പ്ലാൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉം. ആണോ? ഉണ്ടോ? ആ ട്രേഡ് പ്ലാൻ ആര് നോക്കുന്നുണ്ട്? അല്ല, വ്യക്തമായി ഞാൻ പറഞ്ഞു 57, ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാറില്ല. 57 600 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായ ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നു. പറഞ്ഞു ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് വിശ്വസിക്കുന്നു. യെസ് യെസ്. സാർ ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഗ്യാപ്പ് വരെ പോവോ ഇത്? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. 230 മുകളിൽ നിന്നാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പറ്റും. ചെയ്താ അവിടെ അതെ ഒരു അതെ ഓട്ടം അതെ, അടയ്ക്കല്ലേ, ഞാൻ ഓട്ടം അടയ്ക്കണ്ടേ? ഞാൻ അതുകൊണ്ടാണ് താഴെ വന്നപ്പോ നോക്കിക്കൊണ്ടിരുന്നത് ചാൻസ്.